പുതിയൊരു EV ഇലക്ട്രോണിക് സ്കൂട്ടർ ചേതക്കിൻ്റെ ബജാജ് ചേതക് 3501 മോഡൽ 3501 ഒറ്റ ചാർജിൽ ഏകദേശം 150 കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാലും ഒരാഴ്ചയായി വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 130-135 വരെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല ഇവിടെ സൈഡ് ബട്ടൺ ജസ്റ്റ് ഒരു പ്രസ് കൊടുക്കുക. കീ കയ്യിൽ വേണം, വണ്ടി വേണം. ന്യൂട്രൽ കീ ഇതാ. ന്യൂട്രലായതിനു ശേഷം ജസ്റ്റ് ഡ്രൈവിംഗ് ഡി പ്രസ് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് റണ്ണിങ് ആവും. റിവേഴ്സ് ഉണ്ട്, ഇൻഡിക്കേറ്റർ റൈറ്റ് ലെഫ്റ്റ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തരുന്നൊരു വണ്ടിയാണ് ചേതക്കിൻ്റെ ബജാജിൻ്റെ ചേതക് EV. വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടിയാണ് വാങ്ങിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടില്ല ഇതുവരെ. വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ബജാജ് ചേതക് നല്ല കളർ, നല്ല അടിപൊളി കളറാണ്. പിന്നെ ഇതിൻ്റെ ഈ മുമ്പിൽ ഈ സ്പേസ് തുറക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിക്കി ആ ഒരു സ്പേസ് തുറക്കും. ഒരു ചെറിയ ചാർജിങ് സ്ലോട്ടുണ്ട്, ചെറിയൊരു സ്പേസ് സാധനങ്ങൾ വെക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ സീറ്റ് തുറക്കാൻ വേണ്ടി സെയിം ബട്ടൺ തന്നെ ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് തുറക്കും. നല്ല ഡിക്കി സ്പേസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ചാർജിങ്. ഒറ്റ ചാർജിൽ 150 കിലോമീറ്റർ പോകും. 3 മണിക്കൂറും 40 മിനിറ്റാണ് ഒരു ചാർജിങ് ടൈം ഫുള്ളാകാൻ വേണ്ടി. മൂന്ന് വേരിയൻറ്റിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. ഇത് ടോപ്പ് വേരിയൻ്റാണ്. ഏകദേശം 1,51,000 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരും. ഏകദേശം 1,51,000 രൂപ ഇതിൻ്റെ പ്രൈസ് വരും. ഒരു EV സ്കൂട്ടർ നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഒരു ബജാജിൻ്റെ ഈ ചേതക് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു വണ്ടിയാണിത്. ഇവിടെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഹെൽമെറ്റും കുറച്ച് സാധനങ്ങളും വെക്കാൻ വേണ്ടി തൂക്കിയിടാൻ വേണ്ടി ഒരു ഹുക്കുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുക. വണ്ടി അപ്പോൾ ഓണായി കഴിഞ്ഞാൽ ഇപ്പം ന്യൂട്രലാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവിംഗ് മോഡിലേക്ക് ഇടാം. വണ്ടി ഇതുപോലെ പിടിക്കാൻ പറ്റും.
അപ്പോൾ ഇതിനകത്ത് 57% ചാർജ് കാണിക്കുന്നുണ്ട്. ഏകദേശം 77 കിലോമീറ്റർ ഇതിൻ്റെ റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു EV ചേതക്കിൻ്റെ, ബജാജ് ചേതക് EV നല്ലൊരു ഓപ്ഷനാണ്.